ഏപ്രിൽ ഫൂളൊക്കെ അല്ലേ? ആരെങ്കിലും പറ്റിച്ചാലോ? ഞാൻ എൻ്റെ അനിയത്തീനെ ഒന്ന് പറ്റിക്കാൻ പോവാ. എങ്ങനെ പറയും? ഐ എം ഗോയിങ് ടു പ്ലേ എ ട്രിക്ക് ഓൺ മൈ സിസ്റ്റർ. ആരെങ്കിലും പറ്റിക്കുക എന്ന് വെച്ചാൽ അവർക്ക് ഉപദ്രവമൊന്നും ഇല്ലാണ്ട് രീതിയിൽ കേട്ടോ. വലിയ അപകടമൊന്നും വരുന്ന രീതിയിലല്ല. ഒരു കളിക്ക് വേണ്ടിയിട്ട് പറ്റിക്കുന്നതിനെ ടു പ്ലേ എ ട്രിക്ക് ഓൺ സമ്മൺ എന്ന് പറയും. നമുക്ക് അവനെ ഒന്ന് പറ്റിച്ചാലോ? എങ്ങനെ പറയും? ലെറ്റ്സ് പ്ലേ എ ട്രിക്ക് ഓൺ ഹിം. ലെറ്റ്സ് പ്ലേ എ ട്രിക്ക് ഓൺ ഹിം. ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ എൻ്റെ റൂംമേറ്റിനെ ഒന്ന് പറ്റിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പറയും? അപ്പോൾ ആരാണത് ചെയ്യുന്നതെന്ന് ആദ്യം പറയണം. ആരാ? മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് അല്ല കേട്ടോ. മലയാളത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആദ്യം ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് വേണം ഐ എന്ന് പറയാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഞാനും മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്താ ചെയ്യാൻ തീരുമാനിച്ചേ? എൻ്റെ റൂംമേറ്റിനെ ഒന്ന് പറ്റിക്കാൻ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ തീരുമാനിച്ചു, ഡിസൈഡഡ്. എന്തിന്? ടു പ്ലേ എ ട്രിക്ക് ഓൺ മൈ റൂംമേറ്റ്. എൻ്റെ റൂംമേറ്റിനെ പറ്റിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കാറില്ലേ? പറ്റിക്കുമ്പോൾ നമ്മൾ ചിരിക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ പറ്റിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കുക. ഒളിപ്പിക്കുക, ഹൈഡ്. ഞാനും എൻ്റെ കൂട്ടുകാരും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു മഗ് ഉണ്ട്, അത് ഒളിപ്പിച്ച് വെച്ചു. വി ഹിഡ് ഹിസ് ഫേവറേറ്റ് മഗ്. ഹൈഡ് എന്ന് വെച്ചാൽ ഒളിപ്പിക്കുക. ഒളിപ്പിച്ചു എന്ന് പറയാം, ഹിഡ്. വി ഹിഡ് ഹിസ് ഫേവറേറ്റ് മഗ്. അപ്പോൾ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചപ്പോൾ അവന് മനസ്സിലാവാത്ത വിധത്തിൽ ഞങ്ങൾ മുഖത്ത് യാതൊരു കളലക്ഷണം കാണിച്ചില്ല. എന്ന് പറഞ്ഞു, വി കെപ്റ്റ് സ്ട്രെയിറ്റ് ഫേസസ് എന്ന് വെച്ചാൽ മുഖത്ത് ഒരു തരത്തിലുള്ള കളലക്ഷണം കാണിക്കാണ്ട് വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്തു. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വി കെപ്റ്റ് സ്ട്രെയിറ്റ് ഫേസസ്. അല്ലെങ്കിൽ വി ട്രൈ ടു കീപ് സ്ട്രെയിറ്റ് ഫേസസ്. ഒന്നും കാണിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. വി ട്രൈ ടു കീപ് സ്ട്രെയിറ്റ് ഫേസസ്. അപ്പോൾ ഇനി പറ്റിക്കപ്പെട്ട ആള് അവസാനം മനസ്സിലാക്കി, എന്നെ പറ്റിച്ചതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാ? എടാ നീ എന്നെ പറ്റിച്ചു അല്ലേ? അങ്ങനെ പറയില്ലേ? യു ഗോട്ട് മീ. എടാ നീ എന്നെ പറ്റിച്ചു അല്ലേ? അയ്യോ ഞാനാകെ പേടിച്ചു പോയി. അങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എടാ യു ഗോട്ട് മീ. യു ഗോട്ട് മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ പറ്റിക്കാൻ പറ്റി, ഞാൻ വീണു പോയി, അതെ അല്ലേ? അപ്പോൾ യു ഗോട്ട് മീ എന്നുള്ള ഫ്രേസ് നിങ്ങൾ പല സ്ഥലത്തും കേൾക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ചു, എടാ ഏറ്റവും ചെറിയ ജീവിയുടെ പേരറിയാമോ എന്നൊക്കെ. നമുക്കൊന്നും അറിയില്ല. യു ഗോട്ട് മീ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലടാ, യു ഗോട്ട് മീ ദേർ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ യു ഗോട്ട് മീ പഠിച്ചു വെച്ചോളൂ. ഇനി ചില സമയത്ത് ഏപ്രിൽ ഫുളിനൊക്കെ ആരെങ്കിലും നമ്മളെ പറ്റിച്ച ശേഷം നമ്മൾ വരില്ല, എന്നാലും ഞാൻ വീണ് പോയില്ലേ, അതെങ്ങനെ പറയും? ഐ കാൺട്ട് ബിലീവ് ഐ ഫെൽ ഫോർ ദാറ്റ്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, നീ എന്നെ പറ്റിക്കാൻ ചെയ്തായിരുന്നു, എന്നാലും ഞാൻ വീണ് പോയില്ലേ. ഐ കാൺട്ട് ബിലീവ് ഐ ഫെൽ ഫോർ ദാറ്റ്. ടു ഫോൾ ഫോർ സംതിങ് എന്ന് വെച്ചാൽ അതിൽ വിശ്വസിച്ച് പോവാം. അപ്പോൾ വിശ്വസിച്ച് പോയിന്ന് അല്ലേ, വിശ്വസിച്ച് കഴിഞ്ഞു. അപ്പോൾ ഐ കാൺട്ട് ബിലീവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഐ ഫെൽ ഫോർ ദാറ്റ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നന്നായിട്ട് പറ്റിച്ച് ഏപ്രിൽ ഫുൾ ആഘോഷിക്കും കേട്ടോ.